ഞാൻ ഇത് പറയുമ്പോൾ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്താൽ മതി. പുതിയ വണ്ടിക്കോ പുതിയ കാര്യങ്ങൾക്കൊന്നും എടുത്ത് ചാടരുത്. ലിക്വിഡിറ്റി ബാങ്കിൽ കാണണം. ചിലരൊക്കെ പറയും പ്രാർത്ഥിക്കണം ലോൺ കിട്ടാൻ. പിന്നെ ഇത് അടയ്ക്കണ്ടേ? ആദ്യമേ ചിന്തിക്കണം ഇത് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ. അതും എനിക്ക് ഒരു വർഷത്തെ ശമ്പളത്തിനകത്തുനിന്ന് 20% കൂടുതൽ ലോൺ അടവിന് പോകരുത്, അല്ലെങ്കിൽ 30%. നമുക്ക് വഹിക്കാൻ പറ്റാത്ത കടഭാരം എടുക്കരുത്. അയലോക്കത്തെ വണ്ടിയുണ്ട്, എനിക്കൊരു വണ്ടി വേണം, അതുകൊണ്ട് എവിടുന്ന് ലോൺ കിട്ടിയാലും എടുക്കണം. പ്രാർത്ഥിക്കണം. ഞാൻ വായ്പ ചോദിച്ചിട്ടുണ്ട്, തിരിച്ചും കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അത് ആരാണേലും, സ്വന്തം അപ്പനോടാണേലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ദൈവരാജ്യത്തിൻ്റെ തത്വമാണ്. വായ്പ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പനൊരു ഗിഫ്റ്റായിട്ട് തന്നു, നോ പ്രോബ്ലം. പക്ഷേ ലോൺ എടുക്കുന്നത് വളരെ, പ്രത്യേകിച്ച് ശുശ്രൂഷകരോട് ഞാൻ ലോണ്, ബാങ്ക്, ജപ്തിമേള എല്ലാം കഴിഞ്ഞ ഒരാളാണ്. വചനം ഇന്ന് വായിക്കുമ്പം ചേർക്കപ്പെടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഉണ്ടാക്കി വെച്ച ചിലർ കടബാധ്യത എന്നാ മാറാത്തത്? അത് ദൈവമല്ലല്ലോ കടം വരുത്തിയത്, ഞാൻ പോയി വാങ്ങിച്ച സാധനമായിരുന്നു. സോ ബി വെരി കെയർഫുൾ.